എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേസിലും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോയർ ഒരു എക്സാക്റ്റ് ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണും, നമ്മളെന്തായാലും കാണും. എന്നാൽ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നത്. താങ്കളും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്താണ്? അല്ല, അതാ ഞാൻ പറഞ്ഞത്, അതെല്ലാം നമുക്ക് കാണാം. അത് നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് അതെല്ലാം വഴിയെ മനസ്സിലാവുമല്ലോ. അത് വ്യാജ പരാതിയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞിരുന്നത്. അതൊക്കെ എന്താണ്? അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയസൂര്യ കാറിൽ കയറി പോകുന്നത്. അമേരിക്കയിലായിരുന്നു ജയസൂര്യക്കെതിരെ പീഡന പരാതി ആരോപിച്ച അന്നു മുതൽ തന്നെ ജയസൂര്യ അമേരിക്കയിലാണ്. ഇപ്പോഴിതാ ജയസൂര്യ വന്നിരിക്കുന്നത് തന്നെ ജയസൂര്യയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജയസൂര്യ എത്തിയിരിക്കുന്നത്. ജാമ്യത്തിന് വേണ്ടി ജയസൂര്യ അപേക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ 18-ാം തീയതി പുള്ളി നാട്ടിൽ വരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ 19-ാം തീയതിയാണ് പുള്ളിക്കാരൻ നാട്ടിലെത്തിയിരിക്കുന്നത്. കൊച്ചിയിലാണ് എത്തിയത്. എത്തിയ സമയത്ത് തന്നെ മീഡിയക്കാര് വളഞ്ഞത്ത് ചോദിക്കുന്നുണ്ട് ജയസൂര്യയോട്, ഇപ്പൊ ഈ പരാതിയെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് മീഡിയക്കാർ ചോദിച്ചപ്പോൾ ജയസൂര്യ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കേസ് കോടതിയിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല, പക്ഷെങ്കിൽ ഞാൻ നിങ്ങളെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. തനിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണം തെറ്റാണെന്ന് തന്നെയാണ് ഇവിടെ ജയസൂര്യ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ വക്കീലിനോട് സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളെ വന്ന് കാണുമെന്ന് മീഡിയക്കാരോട് പറയുന്നുണ്ട്. എന്തുവായാലും ഓൾറെഡി പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പരാതിക്കാരി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: തൊടുപുഴ ഒരു ഫിലിമിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വെച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് വെച്ച് കടന്നു പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു. അങ്ങനെ വേറൊരു പുള്ളിക്കാരിയും പരാതി കൊടുത്തു ഈ പറയുന്ന ജയസൂര്യക്കെതിരെ. അതുകൊണ്ട് തന്നെ കക്കൂസ് വീരരെന്നും നിരവധി പേരുകളാണ് ജയസൂര്യക്ക് വീണത്. അതോടൊപ്പം തന്നെ ജയസൂര്യയെ നല്ല രീതിയിൽ തന്നെ ട്രോളി എന്ന് തന്നെ പറയാം. അവരുടെ കുടുംബത്തെ എടുത്ത് അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുവന്നത്. ആ ഒരു സമയത്ത് തന്നെ പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞത് ഇതായിരുന്നു: പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പാപികളുടെ നേരെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഒക്കെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് കുറെ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴിതാ അദ്ദേഹം നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയും ജയസൂര്യ ഈ ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോകും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി അദ്ദേഹത്തിന് ജാമ്യം കിട്ടണം. അതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പുള്ളിക്കാരൻ തെളിയിക്കുകയും വേണം. എല്ലാം ഇനി നമുക്ക് വഴിയെ കണ്ടറിയാം. എന്തായാലും ഇപ്പൊ ജയസൂര്യ വന്നിട്ട് മീഡിയക്കാരോട് ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ കോടതിയിൽ ഇരിക്കുന്ന കേസായതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. എന്റെ വക്കീലുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ വന്ന് കാണുമെന്ന് മീഡിയക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന് കണ്ടിരിക്കും എന്ന് തന്നെയാണ് ഉറപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുമായാലും പുള്ളിക്കാരൻ വന്ന് കാണുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും